Horse. Hey. Horse. Hey. Horse. Hey. Horse. Hey. ഡയസിസ് ഓഫ് ഇറ്റാനഗർ നമ്മുടെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാർ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഫാദർ ജിനു കൈതക്കളം MCBS കോൺഗ്രിഗേഷനാണ്. ഞാൻ 5 കൊല്ലമായിട്ട് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ രൂപതയിൽ വർക്ക് ചെയ്യുകയാണ്. മിഷണറി സാക്രമെന്റ് ബ്ലെസ്സഡ് കോൺഗ്രിഗേഷൻ അല്ലേ? മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ MCBS കോൺഗ്രിഗേഷൻ എന്നുള്ള വൈദികനാണ് അച്ഛൻ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇവിടെ സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റാനഗർ എന്നല്ലേ അവിടെയുള്ള യൂത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. സോ വുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? Tau Tagar. Cimak. Tawacek. Tau Tagar. Tapa mana? Okay. Do you speak English and what all the language do you speak other than this? English and Hindi. You know Hindi? Yes. So I need Hindi bite too. Okay, so easy. Okay, sister. Josie Teresa. ഓക്കെ. അപ്പോൾ ഈ മിഷനെ കുറിച്ചും അതിൻ്റെ കൂടുതലായ വിശദാംശങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് അച്ഛനെ അതിന് പരിചയപ്പെടുത്താമോ? കൂടുതൽ മിഷനെ കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചും. ഞാൻ 5 കൊല്ലമായിട്ട് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ ഡയസിസിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഇടവകയിൽപ്പെട്ട യൂത്താണ് ഇവർ. സിസ്റ്റേഴ്സ് അരുണാചലിൽ അവർക്ക് മിഷനുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം 2005 നമ്മുടെ ഇറ്റാനഗർ ഡയസിസ് രൂപീകരിക്കപ്പെടുക. ജോൺ തോമസ് കാട്ടുപിടി പിതാവായിരുന്നു ആദ്യത്തെ. 2023 നമ്മുടെ ബെന്നി എടത്തട്ടൽ പിതാവ് ആണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ബിഷപ്പിനെ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുക. അരുണാചൽ പ്രദേശിൽ ഏകദേശം 90,000 കാത്തോലിക്സ് നമ്പറാണ് നമുക്കുള്ളത്. 1 ലക്ഷമില്ല, 1,10,000 കുറവ്, 90,000. ഡയസിസിൽ ഏകദേശം 53 ഇടവകകളും 500ഓളം സബ് സെൻറ്റേഴ്സ്, വില്ലേജ് ചർച്ചുകളുമാണുള്ളത്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു പാരീഷ് സെറ്റപ്പ് അല്ല. ഒരു പാരീഷിൻ്റെ കീഴിൽ 10 വില്ലേജുകൾ, 20 വില്ലേജുകൾ, 25 വില്ലേജുകൾ. കാരണം ഒരു പാരീഷ് ചിലപ്പോൾ 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഒക്കെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഒരു പാരീഷ്. ഏകദേശം 100ഓളം ട്രൈബുകളും സബ് ട്രൈബുകളും കൂടി ഏകദേശം 100ഓളം ട്രൈബൽ ലാൻഡാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുക. ആ ട്രൈബൽസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഏകദേശം 40 കൊല്ലമേ ഉള്ളൂ ആകുന്നുള്ള അരുണാചലിൽ സുവിശേഷം എത്തിയിട്ട് 40 കൊല്ലം. സലേഷ്യൻ അച്ഛന്മാർ, സലേഷ്യൻ കോൺഗ്രിഗേഷനിൽപ്പെട്ട കൊളന്തൈസ്വാമി എന്ന് പറഞ്ഞ ഒരു തമിഴ് അച്ഛനാണ് ആദ്യമായിട്ട് അരുണാചലിൽ സുവിശേഷം എത്തിക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ഫോട്ടോയുണ്ട്, ഒരു താടി വെച്ച ഒരാൾ, പ്രേംഭായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അപ്പോസ്റ്റൽ ഓഫ് അരുണാചൽ. അദ്ദേഹം അരുണാചൽ മുഴുവന് നടന്നുകൊണ്ട് പ്രത്യേകിച്ച് നിഷി ട്രൈബിൻ്റെ ഭാഷ പഠിച്ച് അവരോട് ദൈവവചനം പ്രഘോഷിച്ചു. ഓരോ മുക്കിനും മൂലയും അരുണാചലിൻ്റെ ഓരോ കോർണറിലും എത്തി സുവിശേഷം പ്രഘോഷിച്ച ആളാണ് ബ്രദർ പ്രേംഭായ് എന്ന് പറയുന്ന മുംബൈക്കാരൻ, മഹാരാഷ്ട്രക്കാരനാണ്. അപ്പോൾ അരുണാചൽ പ്രധാനമായിട്ട് ഇപ്പോൾ അരുണാചലുള്ള എല്ലാവരും ഫസ്റ്റ് ഹാൻഡ് ക്രിസ്ത്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രഷായിട്ട് വചനം സ്വീകരിച്ച് വിശ്വാസത്തിൽ ആദ്യത്തെ തലമുറയിൽപ്പെട്ടവരാണ് അരുണാചലിലുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഇനിയും ഒരുപാട് വളരാനുണ്ട്. എങ്കിലും വളരെ സ്നേഹത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരും സഭയെ സ്നേഹിക്കുന്നവരും വചനം സ്വീകരിക്കുന്നവരുമാണ് അരുണാചലിലെ ആളുകൾ. വെരി ലവിങ് പീപ്പിൾ. അരുണാചൽ പീപ്പിൾ ആർ വെരി ലവിങ് ആൻഡ് റിസപ്റ്റീവ് പീപ്പിൾ. പുറത്തുനിന്ന് ചെല്ലുന്ന അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മിഷണറിമാരെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായിട്ട് സ്വീകരിക്കുകയും അവരിൽ ഒരാളെപ്പോലെ നമ്മളെ കാണുകയും വി ഫീൽ വി ആർ ലവ്ഡ്. നമ്മളവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് അരുണാചലിലെ ആളുകൾ. ഡയസിസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുക ഇവാഞ്ചലൈസേഷനാണ്. കാരണം ഫെയ്ത്ത് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇപ്പോൾ ഫെയ്ത്ത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഫെയ്ത്ത് ഫോർമേഷൻ ആൻഡ് ഇവാഞ്ചലൈസേഷൻ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ഡയസിസ്. അതാണ്. തീർച്ചയായിട്ടും അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ലേ അപ്പോസ്റ്റൽസ് ഉണ്ട്. കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ വന്ന് മിഷനെ അറിയുവാനും വില്ലേജിൽ താമസിക്കുവാനും ഒക്കെ ഒത്തിരി താല്പര്യപ്പെടുന്നവരുണ്ട്. പിന്നെ വില്ലേജ് പള്ളികൾ റിനോവേറ്റ് ചെയ്യുവാനായിട്ട് ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ കേരള സഭ ഒത്തിരിയായിട്ട് അരുണാചൽ മിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അരുണാചൽ മിഷൻ്റെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പറ്റും. ഇത് അവിടുത്തെ എൽഡേഴ്സ് ധരിക്കുന്ന അവരുടെ തൊപ്പിയാണ്. ഇതിൻ്റെ പേര് ബോപ്പിയ എന്നാണ് ഇതിൻ്റെ പേര്. ഒറിജിനലി ഇതൊരു കിളിയുടെ ചുണ്ടാണ്, പക്ഷേ ഇത് തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒറിജിനലി
ഈ കിളിയുടെ ചുണ്ട്, വേഴാമ്പലിൻ്റെ ചുണ്ടാണ് ഇതിന് വെക്കുക. അവർ ഹണ്ട് ചെയ്ത വേഴാമ്പലിൻ്റെ ചുണ്ട്, അതോടൊപ്പം അവർ ഹണ്ട് ചെയ്ത കിളികളുടെ തൂവലുകൾ, കാലുകൾ, അങ്ങനെയൊക്കെയാണ് ഈ തൊപ്പിയിൽ അവർ വെക്കുക. അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അവരത് ഹണ്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്റ്റാറ്റസ് ആണ്. പിന്നെ അവരുപയോഗിക്കുന്ന, അവർ ധരിക്കുന്ന വാള്, ഇതിൻ്റെ പേര് ഉറിയു എന്നാണ്. ഇതിൻ്റെ വാള് ഇതൊന്ന് ഉറിയു. അപ്പോൾ ഇത് പണ്ട് കാലത്ത് അവർ ഇത് ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുക. ഒന്ന് അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി, മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ വേണ്ടി, മരം വെട്ടാൻ വേണ്ടി. പിന്നെ ഇവരുടെ കല്യാണത്തിനൊക്കെ ഇത് ഈ നമ്മുടെ ഇപ്പോൾ സ്വർണം കൊടുക്കുന്ന പോലെ ഈ വാളൊക്കെ കൊടുക്കാറുണ്ട്. കാരണം ഈ വാളിനൊക്കെ നല്ല വിലയാണ്. അവരുടെ ട്രഡീഷണൽ ഈ വാള് ഒത്തിരി വിലയേറിയതാണ്. 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും വാളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് നറ എന്ന് പറയും. ഇതൊരു ബാഗാണ്. ഇത് അവർ ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ, ഫിഷ് ചെയ്യാൻ പോകുമ്പോൾ ഹണ്ട് ചെയ്ത മൃഗങ്ങളുടെ മാംസം അല്ലെങ്കിൽ ഫിഷ് ചെയ്ത മീനെയൊക്കെ ഇടാനുള്ള ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. നറ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇവരുടെ ലോക്കൽ വെസ്റ്റമൻസ് ആണ്. പല ട്രൈബിൻ്റെ ഷോളുകൾ, പിന്നെ പല ട്രൈബിൻ്റെ അവർ ധരിക്കുന്ന ഉടുപ്പുകൾ, അങ്ങനെയൊക്കെതാണ്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇത് ഇഗിൻ എന്ന് പറയും. ഇഗിൻ, അതായത് ഇതിൻ്റെ വലുതുണ്ട്, ഇത് ചെറുതാണ്. സാധാരണ സ്ത്രീകൾ ഈ ഇഗിനിലാണ് സാധനങ്ങൾ ഇങ്ങനെ നെറ്റിയിൽ ഇത് ചുമന്നാണ് സാധനങ്ങൾ കൊണ്ടുപോകും. ഇത് ചെറുതാണ്. വലിയ വിറകൊക്കെ എടുക്കുന്ന വലിയ ഇഗിനുണ്ട്. ഇത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വലിയ ഇഗിനുണ്ട്. ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, ഇവർ ധരിച്ചിരിക്കുക ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇവാഞ്ചലൈസേഷനോടൊപ്പം തന്നെ ഇറ്റാനഗർ ഡയസിസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇൻറ്റീരിയർ മിഷനിലൊക്കെ നമ്മുടെ സഭയുടെ സ്കൂളുകളിലാണ്. സഭ ചെന്നതിന് ശേഷമാണ് ആളുകളുടെ വിദ്യാഭ്യാസം ഒത്തിരി മെച്ചപ്പെട്ടത്. കാരണം ഇൻറ്റീരിയർ വില്ലേജുകളിലൊന്നും ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലായിരുന്നു. പ്രത്യേകമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒത്തിരി ചെന്നതും കിട്ടുവാനൊക്കെ തുടങ്ങിയത് സഭയുടെ പ്രവർത്തനത്തോടു കൂടിയാണ്. മാത്രമല്ല, ഇന്ന് ഇറ്റാനഗറിലെ അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് എല്ലാം നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്. അല്ലെങ്കിൽ അന്നത്തെ ആദ്യകാല മിഷണറീസ് അവരെ ഷില്ലോങ്ങിലേക്കും ആസാമിലേക്കും ഗുവാഹട്ടിയിലേക്കും ഒക്കെ കൊണ്ടുപോയി അവിടെ എഡ്യൂക്കേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നവരാണ് ഇന്ന് ഗവൺമെൻറ് ഉദ്യോഗ തലത്തിലൊക്കെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സഭ ഒത്തിരിയേറെ എഡ്യൂക്കേഷൻ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം സോഷ്യൽ അപ്പോസിറ്റിട്ടുണ്ട്. ഒപ്പം വേർഡ് ഓഫ് ഗോഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, കാരണം ഒത്തിരി പേർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ബൈബിൾ കൊടുത്താലും വായിക്കാനായിട്ട് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫെയ്ത്ത് കംസ് ത്രൂ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു മിഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഓഡിയോ ബൈബിള് ബിഷപ്പ് ബെന്നിയുടെ നേതൃത്വത്തിൽ എല്ലാ കോർണറിലും കൊടുത്ത് പ്രാദേശിക ഭാഷയിലും ഹിന്ദിയിലും, പ്രാദേശിക ഭാഷ നിഷിയിലുമുണ്ട്, ഹിന്ദി ഓഡിയോ ബൈബിളും കൊടുത്ത് അവർക്ക് വചനം അറിയാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്, ദൈവം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിച്ചു. അരുണാചലിൽ അങ്ങനെയാണ് തീർച്ചയായിട്ടും ദൈവവചനം ഇടം കണ്ടെത്തിയത്. സാധാരണ ആളുകളാണ് വചനവുമായിട്ട് അവരുടെ വില്ലേജുകളിലേക്ക് പോയത്. അവരവിടെ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി ഉണ്ടായി. അവർ അവിടെ പ്രാർത്ഥിച്ചു, അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ദൈവം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിച്ചു. അത് കണ്ട് ആളുകൾ യേശുവിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും അരുണാചൽ മിഷൻ വളരെ സജീവമായിട്ടുള്ളൊരു മിഷനാണ്. വി ആർ വെരി ഹാപ്പി ടു ബി ഇൻ അരുണാചൽ പ്രദേശ്. സബ്കോ ജയ് ജീസു, മലങ്ങാം ജയ് ജീസു. ഞങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ വിഷ് ചെയ്യുക ജയ് ജീസു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മലങ്ങാം ജയ് ജീസു, ജയ് ജീസു. താങ്ക് യു. Sonyok si kanam ja, isi binam kanam ja, lam tang tuge bagot, rongo nam pokam kanam ja, sonyok si kanam ja. Sugda nalagabe doki debe ngomedine so isi so nalagabe so ki debe ngomedine opo ahia chiami Sikam kangam jake, nokam kangam japa, nokam kangam japa.